അടുത്ത ദിവസം രാവിലെ ജോലിക്ക് പോകാനായിട്ട് പോലീസിൻ്റെ യൂണിഫോം അണിഞ്ഞ് താഴത്തേക്ക് വരുവാണ്. അങ്ങനെ ഈ കാഴ്ച കണ്ട് ആദ്യം അങ്ങ് കാലുകളിൽ നിൽക്കുവാണ് ഭാനുമതിയും സ്വപ്നയും. ഭാനുമതി ചോദിക്കണേ, അല്ല എങ്ങോട്ടേക്കാ നീ? ഈ സമയം സ്വപ്ന പറയണേ, കണ്ടില്ലേ അമ്മേ, നമ്മുടെ വീട്ടിൽ ആർക്കും പോലീസുകാർ ഇഷ്ടമല്ല. അതറിഞ്ഞിട്ടും ഇവൾ പോലീസ് വേഷത്തിൽ തന്നെ നമ്മുടെ മുമ്പിൽ വന്ന് നിന്നത് കണ്ടില്ലേ? അന്നേരം മഞ്ജു പറയണേ, ഇതെൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ എനിക്ക് കിട്ടിയ ജോലിയാ, എനിക്ക് ഈ ജോലിക്ക് പോയേ പറ്റൂ അമ്മേ. അന്നേരം ഭാനുമതി പറയണേ, ഒരു പോലീസുകാരി ഈ കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് ഞങ്ങളുടെ കുടുംബത്തിന് തന്നെ നാണക്കേടാണ്. എന്നാൽ മഞ്ജു അതൊന്നും കേൾക്കാതെ അവിടെ നിന്നും ജോലിക്കായിട്ട് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് ഗോപാൽജിയുടെ വീട്ടിലെത്തുന്ന മഞ്ജുവിനെയാണ്. ആ സമയം അവിടെ ഗോപികയും ശാലിനിയും ഉണ്ടാകും. ഗോപികയുടെ മഞ്ജുവിനോടുള്ള പെരുമാറ്റമൊന്നും മഞ്ജുവിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. മഞ്ജു പറയണേ, മര്യാദയില്ലാതെ സംസാരിച്ചാലേ പിടിച്ച് ഞാൻ ചുമരിലൊരക്കും. പിന്നീട് മഞ്ജു ശാലിനിയോട് പറയണേ, മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിൻ്റെ പുറകെ നടക്കാൻ നിനക്ക് നാണമില്ലേടി? ക്ഷമയുടെ നെല്ലിപ്പലൊക്കെ പൊളിച്ചാലേ ഞങ്ങളുടെ പ്രതികരണം താങ്ങില്ല നീ. മഞ്ജുവിൻ്റെ ആ വാക്കുകൾ കേട്ട് ആകെ അമ്പരന്ന് നിൽക്കുന്ന ശാലിനിയെ പ്രമോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രമോ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. കൂടുതൽ റിവ്യൂസിനൊക്കെ ആയിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്